കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ച ഇന്ന് നടക്കും. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സമിതിയായിരിക്കും ചർച്ച ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആന്റണി ജിസ്റ്റോസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആന്റണി, ഇന്ന് കേന്ദ്രവും കേരളവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചർച്ച നടക്കാൻ പോവുകയാണ്. കടമെടുപ്പ് പരിധിയിൽ എന്തൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്? ഈ 4-അംഗ സമിതിയായിരിക്കും ചർച്ച നടത്തുക എന്നും അറിയാൻ കഴിയുന്നു. ഇതൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ. ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് പരിഗണിച്ച സമയത്ത് സുപ്രീം കോടതി ഈ ചർച്ച എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കാരണം ഈ വിഷയത്തിൽ കോടതി ഇടപെടുന്നതിനപ്പുറത്തേക്ക് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഈ പ്രശ്നം അത് ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് കോടതി ചോദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ഇരു കക്ഷികളും, അതായത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്രവും തമ്മിൽ ഒരു ചർച്ച ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തുന്നത്. ഈ ചർച്ചയിൽ കേരളത്തിൽ നിന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാം, അതുപോലെ തന്നെ ധനവകുപ്പ് സെക്രട്ടറി, അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രോസിക്യൂഷൻ ജനറൽ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര ധനമന്ത്രി അടക്കമുള്ളവരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഏതായാലും ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമാണ്. അത് നിരന്തരമായി തന്നെ സംസ്ഥാനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഡൽഹിയിലടക്കം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ സമരമടക്കം നടത്തിയിരുന്നത്. അത് കൂടാതെ സുപ്രീം കോടതിയും കേരളം സമീപിച്ചിരുന്നു. ഈ വിഷയം ഉന്നയിച്ച ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതായാലും ആ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോഴാണ് ഈ ചർച്ച എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഏതായാലും സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് സൗഹാർദ്ദപരമായ ഒരു സമീപനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രതീക്ഷയിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ കേരളം ഉള്ളത്. ഏതായാലും അടിയന്തരമായി ഈ കടമെടുക്കാനുള്ള ഒരു അനുമതി നൽകണമെന്നൊരു ആവശ്യവും കഴിഞ്ഞ ദിവസം കേരളം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഏതായാലും ഈ ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയിലെ കാര്യങ്ങൾ കോടതിയെ അറിയിക്കും. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുവരെയും അത്തരമൊരു ചർച്ച അവിടെ നടന്നിരുന്നില്ല. അത്തരത്തിൽ പ്രതിഷേധങ്ങളടക്കം കേരളം നടത്തിയപ്പോഴും അത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അന്ന് ഈ സുപ്രീം കോടതിയിലടക്കം കേന്ദ്രം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ പരാജയമാണ് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നിപ്പോൾ ആ ചർച്ച വ്യക്തമാണ് ആന്റണി. കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ച ഇന്ന് വൈകിട്ട്